സഹൃദയരായ കലാസ്നേഹികളെ, ദൃശ്യമാധ്യമങ്ങളുടെ അതിപ്രസരണം മൂലം ഇന്ന് പല ഭവനങ്ങളിലും മുടങ്ങിപ്പോകുന്ന കുടുംബ പ്രാർത്ഥനയെ ആസ്പദമാക്കി സെന്റ് സ്റ്റീഫൻസ് ഇടവകയിലെ ഒരു പറ്റം ചെറുപ്പക്കാർ അണിയിച്ചൊരുക്കുന്ന കലാവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബ വിളക്കുകൾ തെളിയട്ടെ. കുറച്ചു നിമിഷങ്ങൾ നിങ്ങൾ ഏവരെയും കേരളത്തിലെ ഒരു ഗൃഹാന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇന്നത്തെ വാർത്തകളൊന്ന് നോക്കിയേക്കാം. ബിഗ് ബോസിൽ നിന്നും ജാസ്മിൻ പുറത്തായി. അയ്യോ, അതിനിപ്പോ എനിക്കെന്നാ വേണം? ഈ ചർമ്മക്കോള് മൊത്തവും മരിച്ചവരുടെ വാർത്തയാണ്. കഷ്ടം. മനുഷ്യ, നിനക്ക് ചായ വേണോ? ഒരെണ്ണം കൊണ്ടുവാടിയേ. എല്ലായിടത്തും പീഡനമാണല്ലോ. ജോലിയും കഴിഞ്ഞൊന്ന് വന്ന് വാർത്ത വായിക്കാമെന്ന് കരുതിയ അവിടെയും സമാധാനമില്ല. ചായ. ഓ, പതിവ് ചായ. നിങ്ങളുടെ അമ്മാച്ചൻ വരുമെന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോ. ഇനിയിപ്പൊ വരില്ലായിരിക്കും. ഞങ്ങളുടെ കുടുംബക്കാർ ഒരു വാക്ക് പറഞ്ഞാൽ അത് പറഞ്ഞതാ. വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും. അയ്യോ, വലിയ കുടുംബക്കാര്. ആ മനുഷ്യൻ എന്നെ കാണുന്നത് തന്നെ പിടിക്കില്ല. ഞാൻ അത് ചെയ്താ കുറ്റം, ഇത് ചെയ്താ കുറ്റം. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? എന്റെ അന്നാമേ, അവരൊക്കെ പ്രായമായ ആളുകളാ. അതിന്റെ പക്വത കൊണ്ട് പലതും പറയും. അപ്പോ നീ അത് മനസ്സിലാക്കി നിൽക്കണം. പ്രായമായവരെ ഞാനും കുറെ കണ്ടിട്ടുണ്ട്. നിന്റെ കുടുംബത്തിലല്ലേ? പ്രായമുള്ളവരെ അവിടെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ത് പക്ഷേ? എന്റെ കുടുംബക്കാർക്ക് പക്വതയില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെന്ത്? മോനെ ജോസൂട്ടി. ആഹാ, അമ്മാച്ചൻ എത്തിയോ? ദേ, ഇപ്പൊ കൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അമ്മാച്ചനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന്. ഞാൻ പറഞ്ഞില്ലേ, അമ്മാച്ചൻ വരുമെന്ന് പറഞ്ഞാൽ വരും. അതെ അതെ. ബസ്സിലും റോഡിലുമെല്ലാം ആകെ തിരക്കാ. ആർക്കും നിൽക്കാനും ഇരിക്കാനുമുള്ള സമയമില്ല. സിറ്റി അല്ലേ അമ്മാച്ച, അങ്ങനെയൊക്കെയാ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? യാത്ര ഒന്നും കുഴപ്പമില്ലായിരുന്നടാ മോനെ. കുറെ നാളായില്ലയോ നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോ ഒന്ന് കണ്ടുപോയേക്കാമെന്ന് കരുതി. എന്തായാലും ഇനി 2 ദിവസം കഴിഞ്ഞു പോയാ മതി. എന്റെ അന്നാമേ, നീ ഇങ്ങനെ കുന്തം വിഴുങ്ങി നിൽക്കാതെ അമ്മാച്ചന് കുടിക്കാൻ വല്ലത് എടുത്തോണ്ട് വാ. ഓ, ഞാൻ അതങ്ങ് മറന്നു. കൊച്ചെന്തേടി? അവൾ ഇതുവരെ പള്ളിക്കൂടത്തിന്ന് വന്നില്ലായോ? ഓ, അവള് കരാട്ടെ ക്ലാസ് കഴിഞ്ഞേ വരൂ. അവളെ കരാട്ടെ ഒക്കെ പഠിപ്പിക്കാൻ വിട്ടോ? അവൾ അതൊക്കെ പഠിച്ചെടുക്കാറായോടാ ജോസൂട്ടി? അത് നമ്മുടെ ജോസഫിന്റെ മോൻ പോകുന്നുണ്ടേ. അപ്പോ നമ്മുടെ മോളും പോയില്ലെങ്കിൽ അതൊരു കുറച്ചിലല്ലയോ? അതെ അതെ. എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയമായില്ലയോ? ജോസുട്ടിയേ, ഷേറിടാൻ വരുന്നില്ലയോടാ? ദാ വരുന്നടാ. സാധനം കിട്ടിയോ? അതൊക്കെ ശരിയാക്കാടാ. ദിവസം പുലർച്ചെ 5 മണി. എടി ശാലുവേ, നീ എത്തിയോ? അപ്പാപ്പനോ? അപ്പാപ്പനെപ്പോ വന്നു? അപ്പാപ്പൻ എത്തിയതേ ഉള്ളടി മോളെ. നീ ആകെ അങ്ങ് ക്ഷീണിച്ചല്ലോടി. നീ പോയി കുളിച്ച് വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വാ. അപ്പാപ്പൻ നിനക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നതാ അപ്പാപ്പ? അതൊക്കെ ഉണ്ട്. എന്നാ വാ, കാണിച്ചേ. എടി പതുക്കെ, അപ്പാപ്പന് വയസ്സായതാണേ. ഈ പെണ്ണിന് നല്ല അടിയുടെ കുറവാ. വാരി വലിച്ചിട്ടേക്കുവാ. വെക്കേണ്ട അടുത്ത് വെക്കില്ല. ജോസൂട്ടി ഇല്ലേ ഇവിടെ?
അച്ഛനോ? വാ അച്ഛാ, ഇരിക്കുക കേട്ടോ. ജോസൂട്ടി ഇല്ലേ അന്നാമേ? ഇപ്പൊ പുറത്ത് പോയതേ ഉള്ളച്ചോ. അച്ഛൻ എന്താ ഒരു അറിയിപ്പുമില്ലാതെ? എന്നതാ അച്ഛാ വിശേഷിച്ച്? ഇവിടെ അടുത്തൊരു പ്രാർത്ഥന യോഗം ഉണ്ടായിരുന്നേ, അതിന് വന്നതാ. അടുത്തിടെയായി ഇവിടുന്ന് ആരെയും പള്ളിയിലോട്ട് കാണുന്നില്ലല്ലോ, അപ്പോ അതൊന്ന് തിരക്കിയിട്ട് പോകാമെന്ന് വെച്ചു. അത് പിന്നെ അച്ഛാ, എല്ലാവർക്കും കൂടെ ഒഴിവ് കിട്ടുന്നത് ഒരു ഞായറാഴ്ചയാണ്. അന്ന് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണും. അതാ അച്ഛാ പള്ളി വരാത്തെ. കർത്താവിനെ വിട്ടിട്ടാണോ അന്നാമേ പരിപാടിക്ക് പോക്കൊക്കെ? അയ്യോ, അങ്ങനല്ലേ. അല്ലെങ്കിൽ തന്നെ അടുത്ത ആഴ്ച പള്ളി വന്ന് അച്ഛനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്നതാ അന്നാമേ കാര്യം? ഈ ഇടയായി എന്റെ കെട്ടിയോന് കള്ളുകൂടി ഇച്ചിരി കൂടുതലാ. ആദ്യമൊക്കെ ഞാൻ കണ്ടില്ല എന്നൊക്കെ വെച്ചു. പക്ഷെ ഇപ്പൊ കൂട്ടുകാര് കൂടി ആകെ പ്രശ്നമാണച്ചോ. ദേഹോപദ്രവം വല്ലതുമുണ്ടോ അന്നാമേ? ഈ ഇടയായി അതും തുടങ്ങിയച്ചോ. അന്നാമ്മ തിരിച്ചും കൊടുക്കുമായിരിക്കും അല്ലേ? അയ്യോ അച്ഛാ, അച്ഛനല്ലേ പള്ളി പ്രസംഗിച്ചത്, ഭർത്താവ് തലയാണ്, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണമെന്നൊക്കെ. അതുകൊണ്ട് ഞാൻ ഓ, അങ്ങനെയൊക്കെ ആണേലും തല നേരെ നിന്നില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു കൊട്ടു കൊടുക്കാം, അതില് പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണോ? എന്നാ ഞാൻ സത്യം പറയട്ടെ അച്ഛാ, ഇടയ്ക്കൊക്കെ ഞാനും കൊടുക്കാറുണ്ട്. നമസ്കാരം അച്ചോ. നമസ്കാരം. ഇത് ജോസൂട്ടിയുടെ അമ്മാച്ചനാണച്ചോ. 2 ദിവസത്തേക്ക് ഇവിടെ വരെ വന്നതാ. വളരെ നല്ലതാ. ഒന്നുമില്ലേലും ബന്ധങ്ങൾ നിലനിൽക്കുമല്ലോ. ഇപ്പം ഇല്ലാത്തതും അതൊക്കെയാണല്ലോ. അതെ അച്ചോ. അല്ല, ഇതാരാ മനസ്സിലായില്ലല്ലോ. ഇത് ഞങ്ങളുടെ പള്ളിയിലെ കപ്പിയാരാ. ഞാൻ ഇവിടത്തെ ശാലുവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കിച്ചു ആണ്. മോൻ ഏത് വീട്ടിലെയാ? ഞാൻ കുരിശിന്റെ തറവാട്ടിലെയാ. കുരിശിങ്കൽ തറവാട്ടിലെ എന്ന് പറയുമ്പോൾ ഡേവിഡിന്റെ മോനാണോ? അതെ. അപ്പോ ഞായറാഴ്ചയായിട്ട് മോന് ട്യൂഷനോ ക്രിക്കറ്റ് കളിയോ മറ്റു പരിപാടികളൊന്നുമില്ലേ? ഇല്ല, എല്ലാ സൺഡേയും പള്ളിയിലും സൺഡേ സ്കൂളിലും പോകണമെന്ന് പപ്പ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലതാ. ആ മോളെ ശാലു, നീ ഇപ്പോ എന്താ സൺഡേ സ്കൂളിൽ വരാത്തത്? അതും ഒഴിവാക്കിയാണോ പരിപാടിക്ക് പോക്കൊക്കെ? അത് പിന്നെ അച്ഛോ, ഞായറാഴ്ച ഇവൾക്ക് ട്യൂഷൻ ക്ലാസ് ഉണ്ടേ, അതൊക്കെ ഒഴിവാക്കി എങ്ങനെയാ? ദൈവവചനം പഠിച്ചിട്ട് പോരെ അന്നാമേ ട്യൂഷന് വിടുന്നതൊക്കെ? അമ്മാച്ചൻ അങ്ങനെയൊക്കെ പറയാം. ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞാൽ അതിന്റെ നാണക്കേടേ എനിക്കാ. ജോസൂട്ടി വരാൻ താമസിക്കുകയാണെങ്കിൽ ഞാൻ നിൽക്കുന്നില്ല. പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടേ. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, ഒന്നും പറയാൻ പറ്റുകയില്ല. അച്ഛൻ വീട്ടിൽ വന്നിട്ട് കുടിക്കാനൊന്നും കൊടുത്തില്ലേ അന്നാമേ? ഒന്നും വേണ്ട, പോയിട്ട് ധൃതിയുണ്ടേ. ജോസൂട്ടി വരുമ്പോൾ എന്നെ വന്നൊന്ന് കാണാൻ പറയണം. അവനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി അച്ചോ, അവൻ വരുമ്പോ ഞാൻ പറഞ്ഞേക്കാം. എന്നാ ഞാൻ ഇറങ്ങിയേക്കുക. കുരിശ് വരയ്ക്കാനായില്ലയോ അന്നാമേ? പുലർച്ചെ മതിയോ? 5 മണി. അപ്പൻ വരാൻ ഇനിയും വൈകും അപ്പാ. അപ്പോ ഇവിടത്തെ കുടുംബ പ്രാർത്ഥനയൊക്കെ എപ്പോഴാടി മോളെ? അത് പണ്ട് കറണ്ട് കട്ടിന്റെ സമയത്തായിരുന്നു, ഇപ്പൊ ഞങ്ങളുടെ സമയത്താ. എടി ശാലു, നിന്ന് കിന്നരിക്കാതെ വേദപുസ്തകം എടുത്തോണ്ട് വാ. ഇനി പ്രാർത്ഥിക്കാതെ ഇവിടെ ആരും പട്ടിണി കിടക്കണ്ട. വേദപുസ്തകം എവിടെ അമ്മേ? നീ ദേ അവിടെ എവിടെങ്കിലും നോക്ക്. എടി ശാലുവേ, നീ ആ വേദപുസ്തകം തുറന്നൊന്ന് ഉറക്ക വായിച്ചേ. അപ്പാപ്പനൊന്ന് കേക്കട്ടെ. ഹലോ, എടി മേഴ്സി. ഇല്ലടി, കാണാൻ പറ്റിയില്ലടി. എന്നാ പറയാനാടി? നാളെയോ? ഇല്ല. എന്ത് ബുദ്ധിമുട്ട്? ഇനിയിപ്പൊ വല്ല പരിപാടി ഉണ്ടെങ്കിൽ തന്നെ
ഇതിനു വേണ്ടി അത് മാറ്റാനാണോ ബുദ്ധിമുട്ട്? കുറെ നാളായി ആ ലില്ലിയുടെ അഹങ്കാരം കാണുന്നു. ഇനിയിപ്പോ അത് വേണ്ടല്ലോ. ശരിയടി, ഓക്കെ, ഞാൻ നാളെ വിളിക്കാം. എടി ശാലു, നിന്നെ പാട്ട് പഠിപ്പിക്കാൻ നാളെ ഒരു ടീച്ചർ വരുന്നുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റോണം. അല്ലെങ്കിൽ ശനിയാഴ്ചയാണെന്ന് പറഞ്ഞ് ഉച്ച വരെ കിടന്നുറങ്ങരുത്. ഓ ശരി അമ്മേ. ആരാടിയേ ഉച്ച വരെ കിടന്നുറങ്ങുന്നേ? നിങ്ങളുടെ മോള് തന്നെ. അല്ലാതാരാ? അല്ല, നിങ്ങളും മോശമല്ലല്ലോ. അതെങ്ങനാ? മത്ത കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. അപ്പോ നാളെ രാവിലെ എണീച്ച് ഇവൾ മത്തയും കുമ്പളവും നടാൻ പോണോന്നാണോ നീ പറയുന്നേ? ദേ മനുഷ്യ, എന്റെ വായിന്ന് നിങ്ങൾ കേക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ മോളെ പാട്ട് പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ വിളിച്ച കാര്യം? ടീച്ചർ നാളെ വരുമെന്ന്. അതിനായി രാവിലെ എഴുന്നേക്കേണ്ടത്. മനസ്സിലായോ? ഓ, മനസ്സിലായേ. അതിനിവൾ നന്നായി പാടുമോടാ. പിന്നെ ആ വള്ളിയിൽ വിരിഞ്ഞ മത്തയല്ലയോ, പാടുമായിരിക്കും. നിങ്ങൾ എന്നെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. എത്ര പാട്ടുകാരാണെന്നറിയാമോ എന്റെ കുടുംബത്തില്? അത് ശരിയാ. പണ്ട് നിന്റെ ഒരു കുഞ്ഞമ്മ പള്ളിയിൽ കൊയറ് പാടാൻ പോയിട്ട് അച്ഛൻ കുർബാനയും നിർത്തിപ്പോയെന്നാ കേട്ടിട്ടുള്ളത്. അല്ലെങ്കിലും നിങ്ങൾക്ക് എന്റെ കുടുംബക്കാരെ കളിയാക്കാൻ വലിയ ഉത്സാഹമല്ലേ? ഇത് അതൊന്നുമല്ല അമ്മാച്ച. ഇവളുടെ ഒരു കൂട്ടുകാരിയുടെ മോൾക്ക് കഴിഞ്ഞ സ്കൂളിലെ ഒരു പരിപാടിക്ക് ഫസ്റ്റ് എന്തോ കിട്ടി. അപ്പം മുതൽ തുടങ്ങിയതാ ഇവളെ പാട്ട് പഠിപ്പിച്ച് അടുത്ത തവണ ഫസ്റ്റ് ആക്കണോന്ന്. അതിന്റെ ഭാഗമായി ഇതൊക്കെ. ഈ കൊച്ചുപ്രായത്തില് ഇവളെ കൊണ്ട് ഇതെല്ലാം കൂടെ ചെയ്യിക്കണോ? അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യിച്ചാ പോരെ? അതുപോരാ. അവളെ എന്റെ മോളാ. അവൾക്ക് ഇതെല്ലാം പറ്റും. ഞാൻ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് അവളില്ല. അങ്ങനെയാ അവളെ ഞാൻ വളർത്തിയേക്കുന്നെ. എന്തെങ്കിലും ആവട്ടെ, നീ പോയി ചോറ് വിളമ്പ്. വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കാം. സമയം ഒരുപാടായില്ലയോ? അടുത്ത ദിവസം രാവിലെ. ആരുമില്ലേ ഇവിടെ? ഉണ്ടല്ലോ. ആരാ? ഞാൻ സത്യഭാമ ടീച്ചർ. ഇവിടുത്തെ കുട്ടിയെ പാട്ട് പഠിപ്പിക്കണമെന്ന്. വാ, ഇരിക്കു കേട്ടോ. ഞാൻ മോളെ വിളിക്കാം. എടി ശാലു, നീ ഇഞ്ഞ് വന്നേ. എനിക്കാണേ പാട്ടെന്ന് വെച്ച പണ്ടേ ജീവന. അതിന്റെ അവക്കും കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് പാടും. അതുകൊണ്ട് ടീച്ചർക്ക് ജോലി എളുപ്പമായിരിക്കും. അതെയോ? അതെ, ഞാൻ ചെറുപ്പത്തിലൊക്കെ നന്നായി പാടുമായിരുന്നു. പിന്നെന്തോ പഠിക്കാനൊന്നും പറ്റിയില്ല. ഹാ, എല്ലാം വിധി, അല്ലാതെന്ത്. മോളെ ശാലു, ഇതാ നിന്നെ പാട്ട് പഠിപ്പിക്കാൻ വന്ന ടീച്ചർ. അമ്മേ, എനിക്ക് പാട്ട് പഠിക്കണ്ടമ്മേ. നീ ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടാ മതി. എനിക്ക് വേറെയും ചില ക്ലാസ്സുകളൊക്കെ ഉണ്ട്. എന്നാ ഞാൻ തുടങ്ങിക്കോട്ടെ? സംഗീതവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞോണ്ട് നമുക്ക് നേരെ അങ്ങ് തുടങ്ങാം. എന്താ? അത് മതി ടീച്ചറെ. സ്കൂളിലെ അടുത്ത മത്സരത്തിന് ഇവൾക്കായിരിക്കണം ഫസ്റ്റ്. മോളെ, ഇതാ ദക്ഷിണ കൊടുത്ത അനുഗ്രഹം വാങ്ങ്. ഞാൻ ടീച്ചർക്ക് ചായ എടുത്തിട്ട് വരാം. എന്നാ പിന്നെ തുടങ്ങാമല്ലേ? ഞാൻ സപ്തസ്വരങ്ങൾ പാടിത്തരാം. മോളത് ഏറ്റു പാടണം കേട്ടോ. സാ സാ രേ രീ. നല്ല സംഗീത പാരമ്പര്യം. ഇങ്ങനെയാണേ ഞാൻ കുറെ പാടുപെടും. ഇനി നമുക്ക് ഗാ നോക്കാം. ഗാ ഗാ. ഇങ്ങനെയാണേ നീ ഒരു കാലത്തും ഫസ്റ്റ് വാങ്ങും. ഉറപ്പായും വാങ്ങും.
എന്നതാടി മോളെ ഇവിടെ ഒരു കരച്ചില് കേട്ടത്? കരഞ്ഞതല്ല അപ്പാപ്പ, പാട്ട് പഠിച്ചതാ. ഇതാ ടീച്ചർ. പാടിയതായിരുന്നോടി മോളെ? ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഇന്ന് ഇത്രയും മതി. ഞാൻ ഇനി അടുത്ത ആഴ്ച വരാം. വേറെയും കുറെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ടേ. എല്ലാവർക്കും ഫസ്റ്റ് തന്നെ വാങ്ങിക്കൊടുക്കുമായിരിക്കും അല്ലയോ ടീച്ചറെ? പാട്ട് പഠിച്ച് ക്ഷീണിച്ചതല്ലേ, നീ അകത്ത് പോയി വല്ലതും എടുത്ത് കഴിക്കേ. ജ്യൂസ് കിട്ടിയില്ലേ ഇവിടെ? ഇല്ല, പുറത്തു പോയേക്കുവാ. ഞാൻ അവന്റെ അമ്മാച്ചനാ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ ശാലുവിന്റെ സ്കൂളിലെ സാറാണ്. ജ്യൂസ് കുട്ടിയെ ഒന്ന് കാണാൻ വന്നതാ. ആഹാ, ശാലു അകത്തുണ്ട്, ഞാൻ വിളിക്കാം. വേണ്ട, ഞാൻ ജ്യൂസ് കുട്ടിയെ കാണാനായി കയറിയതാ. എന്താ മാഷേ കാര്യം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, ശാലുവിന്റെ കാര്യം തന്നെ. എന്റെ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളിൽ ഒരാളാണ് ശാലു. പക്ഷെ ഈയിടെയായി അവൾക്ക് പഠനത്തോടൊന്നും ഒരു താല്പര്യവുമില്ല. അയ്യോ, വിഷമിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, കാര്യമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ കുട്ടികളല്ലേ, ഇപ്പോഴേ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തിയാൽ അത്രയും കാര്യം. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ശരി മാഷേ, ഞാൻ ജോസൂട്ടി വരുമ്പോൾ പറഞ്ഞേക്കാം. മതി മതി, ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ തീരാവുന്ന പ്രശ്നം. അത്രയേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി മാഷേ, അങ്ങനെ ആയിക്കോട്ടെ. ആ, നീ എത്തിയോ? ഞാൻ ഇന്നങ്ങ് പോകും കേട്ടോടാ. അതെന്താ അമ്മാച്ച ഇത്ര പെട്ടെന്ന്? പെട്ടെന്നല്ലടാ, നാളെ ഞായറാഴ്ചയല്ലയോ, അവിടെ പള്ളിയിൽ പോകണ്ടേ? ഓ, ഞാൻ അതങ്ങ് മറന്നു. ആ, പിന്നെ ഇന്നലെ ഇവിടത്തെ വികാരിയച്ഛൻ വന്നിരുന്നു, നിന്നെ തിരക്കി. അത് വല്ല പിരിവിനും ആയിരിക്കുമെന്നേ. അതൊന്നും അല്ലടാ, നിങ്ങളാരെയും പള്ളിയിൽ കാണാത്തോണ്ട് വന്നതാ. ശാലുവിനെ സൺഡേ സ്കൂളിലും വിടുന്നില്ലല്ലോ. ഓ, അതെങ്ങനെയാ അമ്മാച്ച? അവൾക്ക് ആ സമയത്തല്ലയോ ട്യൂഷൻ ഉള്ളത്? കുറച്ചു മുമ്പ് ശാലുവിന്റെ മാഷും വന്നിരുന്നു. നീ അവളുടെ സ്കൂളിലൊക്കെ ഒന്ന് പോകണം. അവളുടെ പഠന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അമ്മാച്ചൻ അറിയില്ല എന്റെ തിരക്ക്. എന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ എങ്ങനെയാ സ്കൂളിൽ പോകുന്നേ? എന്തായാലും അവൾ ഡെയിലി പോകുന്നുണ്ടല്ലോ. അതല്ലടാ, പിള്ളേരെ നേർവഴിക്ക് നടത്തേണ്ട പ്രായമാ. ഇവിടെ വെച്ച് തെറ്റിപ്പോയാ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അമ്മാച്ച, അവൾ എന്റെ മോളാ. അവൾ ഒരിക്കലും വഴി തെറ്റിപ്പോകില്ല. അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്തിന്റെ കുറവാ ഇവിടെ? ഇതെല്ലാം അമ്മാച്ചന്റെ ഓരോ തോന്നലുകളാ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞുള്ള വണ്ടിക്ക് അങ്ങ് പോയേക്കുവാ. ഇനി എന്തെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് വരാം. ഒഴിവ് കിട്ടുമ്പോ നിങ്ങളെല്ലാരും കൂടെ അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങ്. എല്ലാരെയും ഒന്ന് കണ്ടിരിക്കാമല്ലോ. വരാം അമ്മാച്ച. എന്നാ പിന്നെ ഞാൻ പോകാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. ചേട്ടനാരാ? ഞാനോ? ഞാൻ രംഗൻ. താങ്ക് യു ചേട്ടാ. എന്താ മോളെ, ഇവിടാണോ നിന്റെ പന്തുകളി? എന്നാ വേണോ കൊച്ചിന്? ഇതെന്താ ചേട്ടാ? ഇതൊരു ശക്തി മരുന്നാണ് മോളെ. ഇതൊന്ന് ഉപയോഗിച്ചാൽ നമുക്ക് പിന്നെ പറന്ന് നടക്കാം, ചുറ്റി നടക്കാം, അങ്ങനെ എന്തും ചെയ്യാം. നിനക്കിതൊന്ന് വേണമെന്നുണ്ടല്ലോ. ഇതൊന്ന് എടുത്തു നോക്കിക്കേ. ധൈര്യമായി എടുക്കുമോളെ, ഒരു പ്രശ്നവും ഇല്ല. എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞില്ലേ നല്ല രസമായിരിക്കുമെന്ന്. ദാ ഇതുകൂടി പിടിച്ചോ. ഇടയ്ക്കൊക്കെ ഓരോന്ന് കഴിച്ചാ നല്ലതാ. ബുദ്ധി കൂടാനുള്ള മരുന്നാ. ചേട്ടാ, എന്റെ തല കറങ്ങുന്ന പോലെ. അയ്യോ, എനിക്ക് എന്താ പറ്റിയേ? ഒരു പ്രശ്നമില്ല മോളെ,
ആദ്യമായി മരുന്ന് കഴിക്കുമ്പോ ഇങ്ങനെയാ. അത് മരുന്ന് പിടിക്കുന്നതിന്റെയാ. ഞാൻ പോയേക്കുവാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ ആ മൊബൈൽ എവിടെ വച്ചതൊന്ന് കണ്ടോടി. ആ ദായിരിക്കുന്നു. നിനക്ക് പഠിക്കാൻ ഒന്നും ഇല്ലയോ? പോയിരുന്ന് പഠിച്ചേ. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നാ പറയാനാടാ, ഇപ്പോ കുറെ ലഹരി വിരുദ്ധക്കാർ ഇറങ്ങിയേക്കുമല്ലേ. കച്ചവടം അങ്ങോട്ട് ശരിയാവുന്നില്ല. ആകെ മെനക്കേടാണ്. പുതിയ ആൾക്കാരെ ചേർക്കാൻ വലിയ പാടാ. ആ ഞാൻ തിരിച്ചു വിളിക്കാം. ഒരാളെ ഒന്ന് തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് വല്ലതും നടക്കുമെന്ന് നോക്കട്ടെ. മോളെ ഇങ്ങ് വന്നേ. ചേട്ടാ, ഞാൻ ചേട്ടൻ എവിടൊക്കെ തിരക്കിയെന്നറിയാമോ? എനിക്കറിയാം മോളെ, നീ എന്നെ തിരക്കുമെന്ന്. അതല്ലേ ഞാൻ നിന്നെ തേടി വന്നേ. പിന്നെ നിന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒന്ന് മാറണ്ടേ? അന്ന് തന്ന മരുന്ന് തീർന്നു ചേട്ടാ. എനിക്ക് ഇനിയും വേണം അതുപോലത്തെ മരുന്ന്. തരാം, എത്ര വേണമെങ്കിലും തരാം. ഇതൊക്കെ സ്റ്റോക്ക് അല്ലേ. എന്നാൽ വേഗം താ. പക്ഷെ മോളെ, അതിന് കാശ് വേണ്ടി വരും. ഉണ്ടോ നിന്റെ കയ്യില്? കാശോ? എന്റെ കയ്യിൽ എവിടെന്നാ? കാശില്ലാതെ എങ്ങനാ മോളെ മരുന്ന് കിട്ടുന്നേ? എന്റെ കയ്യിൽ പരീക്ഷാ ഫീസ് അടയ്ക്കാനുള്ള കാശുണ്ട്. പരീക്ഷയൊക്കെ ഇനിയും വരത്തില്ലേ മോളെ? ഓക്കെ, എന്നാ എത്ര ഉണ്ട് കയ്യില്? ഒരു 500 രൂപ. ആ തൽക്കാലം അത് മതി. ക്യാഷ് ആയിട്ട് വേണം. ആ എടുത്തോണ്ട് വാ. പക്ഷേ പോയി എടുത്തോണ്ട് വാ മോളെ. ഇതിന് കുറെ ആവശ്യക്കാരുള്ളതാ. ആദ്യം ആര് കാശ് തരുന്നോ ഇത് അവർക്കുള്ളതാ. വേണ്ട, ഞാൻ കാശ് എടുത്തിട്ട് വരാം. ഈ പണി ഞാൻ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ആരെ എവിടെ പിടിച്ച കാര്യം നടക്കുമെന്ന് എനിക്കറിയാം. ഓട്ടേടാ മക്കളെ, ഇനി ആവശ്യമുള്ളപ്പോ എന്നെ ഒന്ന് വിളിച്ചാ മതി. എന്നാ എന്റെ നമ്പർ. ആ പിന്നെ കാശ് ഒപ്പിച്ചിട്ട് മാത്രം വിളിക്ക്. അല്ലാതെ വെറുതെ ആളെ മെനുക്കെടുത്തരുത്. അടുത്ത ദിവസം. ഹലോ ചേട്ടാ, ഞാൻ ശാലുവാ. ആ മരുന്ന് തീർന്നു ചേട്ടാ. എനിക്ക് വേണം. ഇല്ല, ഇവിടെ ആരുമില്ല. അവരൊരു കല്യാണത്തിന് പോയതാ. ചേട്ടൻ വരുമോ? കാശില്ല. ഓക്കെ, ഞാൻ തരാം. ഹലോ ഹലോ ഇല്ല, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. തെറ്റ് പറ്റിപ്പോയി. തീർക്കണം. ഇതോടെ എല്ലാം തീരണം. ഇവളെന്താ നിലത്ത് കിടക്കുന്നേ? അയ്യോ, ദേ ചോര. ഇച്ചായ, വേഗം ഒരു വണ്ടി വിളിക്ക്. ദേ നമ്മുടെ മോള്. ദൈവമേ, ഇതെന്തു പറ്റിയതാ? ചതിച്ചല്ലോ മോളെ. നീ എന്തു പണിയായി കാണിച്ചേ? ദൈവമേ. ദൈവാനുഗ്രഹം കൊണ്ട് ശാലു വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം. മോനെ ജോസൂട്ടി, ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ അവളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന്. ശരിയാ, അവൾ നിന്റെ മോളാ. വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്താ നീ അവളെ വളർത്തിയത്. പക്ഷേ ഇന്ന് ഈ ലോകത്ത് പിശാച് പിടിമുറുക്കിക്കൊണ്ടിരിക്കുക. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ നീ അവളെ ആത്മീയത പഠിപ്പിക്കണം, നേർവഴി കാട്ടിക്കൊടുക്കണം, ദൈവവചനം പഠിപ്പിക്കണം, കുടുംബ പ്രാർത്ഥന നടത്തണം. ഇതൊന്നുമില്ലാതെ മക്കൾക്കായി ആവശ്യത്തിനും അനാവശ്യത്തിനും പണം ചിലവാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഇന്ന് ആ ദുഷ്ടന്റെ ഫോൺ നമ്പർ ഉള്ളതുകൊണ്ട്
പോലീസിന് അവനെ പിടിക്കാൻ പറ്റി. എന്നാൽ ആ ചങ്ങലയിലെ ഒരു കണ്ണിയെ അകപ്പെട്ടിട്ടുള്ളൂ. ഇനിയുമുണ്ട് നമ്മളെ ഓരോരുത്തരെയും പിടിക്കാൻ പതിയിരിക്കുന്ന സാത്താന്മാർ വെളിയിൽ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ പൊങ്ങച്ചമൊക്കെ ഒന്ന് മാറ്റിവെച്ച് ദൈവവിശ്വാസത്തിൽ വളരുക, മക്കളെ വളർത്തുക. ഇത് ഈ കിളവൻ ഉപദേശിക്കുകയല്ല കേട്ടോ, ഇതാണ് സത്യം. തെറ്റു പറ്റിപ്പോയി അമ്മാച്ച, ഞങ്ങളോട് ക്ഷമിക്ക്. അതൊന്നും സാരമില്ല മോളെ. ജോസൂട്ടിയെ ശരണ വരുന്നില്ലേടാ? ഓടിക്കോണം. കുരിശ് വരയ്ക്കുന്ന സമയത്താ ഓരോരോ സാത്താന്മാര്. ഈ കലാരൂപത്തിൽ പങ്കെടുത്ത അഭിനേതാക്കളെ ഞങ്ങൾ പരിചയപ്പെടുത്തട്ടെ. ജോയൽ ജോർജ്, ടീന അനിത്, ഹെലൻ ജെയ്സൺ, നിതിൻ മാത്യു, ടീന റോബിൻ, ജോബി രാജൻ, ഡെറിക് ഫിലിപ്പ്, റോജർ രാജൻ. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് സപ്പോർട്ട് നൽകിയവർ അനിത് ജോൺ ആൻഡ് സാം ജീസിംഗ്. രചന സംവിധാനം ജെയ്സൺ മാത്യു.